ഉയർപ്പ് ഏഴാം ഞായർ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ഞായറാഴ്ച ഉയർപ്പ് കാലത്തെ അവസാന ഞായറാഴ്ചയാണ്. ഇന്നലെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളായിരുന്നല്ലോ. ഇതോടുകൂടി ഉദ്ധിതനായ കർത്താവിന്റെ ഇടവിട്ടുള്ള ദർശനങ്ങളും അവസാനിക്കുകയാണ്. എത്ര പ്രാവശ്യം വീണ്ടും വീണ്ടും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടാലും ഉദ്ധാനത്തിലുള്ള ശിഷ്യന്മാരുടെ വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നില്ല. അതൊരു ദർശനമാകുന്നില്ല. ദർശനം ആന്തരികതയുടെ അനുഭവമാണ്. അതിനാദ്യമായി അവരുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം സംഭവിക്കണം. കല്ലുപോലെ കഠിനമായി തീർന്ന ഒരു ഹൃദയമാണ് അവിശ്വാസിയുടേത്. ഈ സത്യം വെളിവാക്കിക്കൊണ്ട് സമ്മിശ്രമായ ഹൃദയവികാരങ്ങളോടെ കർത്താവ് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. ഉദ്ധിതനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. എന്നാൽ അങ്ങനെയാണ് സുവിശേഷത്തിലെ വാക്കുകൾ. എങ്കിലും അവർക്കൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്താൽ അവർ അത് ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതിനാൽ അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിനെക്കുറിച്ച് അവർ പറയുന്നത് ശ്രോതാക്കൾ വിശ്വസിക്കണം. വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ അവിടുന്ന് അവർക്ക് അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നൽകുമെന്ന് അവിടുന്ന് അവർക്ക് ഉറപ്പ് നൽകുന്നു. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. രക്ഷയുടെ ഈ സന്ദേശം പ്രഘോഷിക്കുവാനാണ് കർത്താവ് അവരെ അയച്ചത്. കർത്താവിൻ്റെ ഉദ്ധാന സാന്നിധ്യവും വിശ്വസിക്കുന്നവർക്ക് ബോധ്യമാകുന്നത് പ്രാവർത്തികമാകുന്ന പ്രവൃത്തികളിലൂടെയും സംഭവങ്ങളിലൂടെയുമാണ്. കർത്താവ് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ നിർവഹിക്കുമ്പോൾ അവ വിസ്മയകരമാകും. വിസ്മയം ജനിപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് തന്നെയാണ് അവർക്ക് പിന്നിലുള്ളത്. ഉദ്ധിതനായ കർത്താവിൻ്റെ ദർശനം പോലെ ഏവരെയും ഉദ്ധാനത്തിൻ്റെ ഉയർപ്പിലേക്ക് നയിക്കുന്ന അവിടുത്തെ സാന്നിധ്യ അനുഭവമാണ് അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ളത്. ലോകാവസാനം വരെ അവിടുന്ന് നമ്മോടുകൂടി ഉണ്ടായിരിക്കും എന്ന അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ അർത്ഥം അതാണ്. വീണ്ടും വീണ്ടും അവിടുന്ന് പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല അവിടുത്തെ ഉദ്ധാനം വിശ്വാസയോഗ്യമാകുവാൻ. ഏതെല്ലാം അത്ഭുതങ്ങളാണ് ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അവ അക്കമിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സുഖം പ്രാപിക്കും. അതായത് തിന്മയെ കീഴടക്കുവാൻ, എല്ലാ ഭാഷകളുടെയും ഉള്ളടക്കം മനസ്സിലാക്കുവാൻ കർത്താവ് അവർക്ക് ആത്മീയ ശക്തി നൽകും. അതുപോലെ ശരീരത്തെ ശക്തിപ്പെടുത്തി സൗഖ്യം നൽകുന്ന അത്ഭുതവും അവർക്ക് പ്രവർത്തിക്കാം. പ്രകൃതി മുഴുവൻ അവർക്ക് വിധേയമാകും. ഇതര ജീവജാലങ്ങളും സുവിശേഷം സ്വീകരിച്ച് മനുഷ്യനുമായി ഐക്യഭാവത്തിൽ അടുപ്പം കാണിക്കും. പ്രകൃതി ആഗമനം ഉദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കും. അതുവഴി എവിടെയും ഉദ്ധാനത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഇവയൊക്കെയാണ് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളെല്ലാം ഇന്നും സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് അത്ഭുതങ്ങൾ അപൂർവമാകുന്നെങ്കിൽ അതിന് കാരണം നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്, മറ്റെങ്ങുമല്ല. ചലനശേഷി നഷ്ടപ്പെട്ട ഹൃദയം കല്ല് പോലെ കഠിനമായാൽ വിശ്വാസം ക്ഷയിച്ചു പോകും. വിശ്വസിക്കുന്നവരാണ് അത്ഭുതത്തിന് വഴിയൊരുക്കുന്നത്. വിശ്വാസം എന്നത് ഹൃദയത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്, അതിൻ്റെ തനിമയുടെയും വിശുദ്ധിയുടെയും. അവ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വിശ്വാസം അസാധ്യമാകുന്നത്. വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒന്നിച്ചു പോകുന്നവയാണ്. അതിനുള്ള പ്രേരണാശക്തി ദൈവം തന്നെയാണ്. നമ്മുടെ ഹൃദയം ആത്യന്തികമായി തേടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തിലാണ് ജീവൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും. അതിൽ എത്തിച്ചേരാമെന്ന് ഹൃദയം വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് പുനരുദ്ധാനത്തെ ഏറ്റുപറയുന്നത്. ഹൃദയമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും. കർത്താവിൻ്റെ കുറ്റപ്പെടുത്തലിൽ ഈ ചിന്തകളൊക്കെ അന്തർലീനമാണ്. സ്വർഗാരോഹണത്തിൻ്റെ അനുഭവം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തോട് ഒത്തുപോകുന്നതാണ്. ഉദ്ധാനത്തിന് ശേഷം കർത്താവ് ഈ ലോകത്തിൽ അതിൻ്റെ പരിമിതികളിൽ തങ്ങി നിൽക്കുന്നില്ല. സ്വർഗം എന്ന സ്വപ്നലോകം നമുക്ക് വിശ്വാസത്തിൻ്റെ അടുത്ത വെളിപ്പെടുത്തലാണ്. പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും എന്ന വെളിപാടിൻ്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അവിടേക്കാണ് കർത്താവ് കടന്നു പോകുന്നതും മറഞ്ഞു പോകുന്നതും. ആകാശവും ഭൂമിയും രൂപാന്തരപ്പെടുമ്പോഴാണ് അവ സ്വർഗമാകുന്നത്. അത് ഈ ലോകത്തിൽ നിന്ന് അകലെയല്ല, എന്നാൽ അത് പഴയതിൻ്റെ ഭാഗവുമല്ല. സമയത്തിൻ്റെയും വ്യാപ്തിയുടെയും അവസ്ഥകളിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് പുതിയത് ഉരുത്തിരിയുന്നത്.
അത് ഈ ലോകത്തിൻ്റെ തന്നെ പുനരുത്ഥാനമോ പുനർജന്മമോ ആണ്. അതിൻ്റെ ആദ്യത്തെ വെളിപ്പെടുത്തലും പ്രതിനിധിയുമാണ് കർത്താവ്. അങ്ങനെ കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്നത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അവിടെയാണ് കർത്താവ് ഈശോ മിശിഹ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നത്. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് സ്വർഗസ്ഥനായ കർത്താവിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതകരമായ രക്ഷാപ്രവൃത്തികൾ ലോകം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുന്നതിലാണ്. അവർ കർത്താവിൻ്റെ പ്രവചനാത്മകമായ വചനം അങ്ങനെ സാക്ഷാത്കൃതമാക്കി തുടങ്ങി. ലോകം മുഴുവൻ അതുവഴി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ലോകാവസാനം വരെ തുടരണം. അതിൻ്റെ പൂർത്തീകരണത്തോട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് വാഗ്ദാനം ചെയ്ത സഹായകൻ പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇറങ്ങിവരൽ പന്തക്കുസ്ത എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ്. അതിനുള്ള പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പാണ് ഇനിയുള്ള 10 ദിവസങ്ങൾ. കാത്തിരിപ്പിൽ വിശ്വാസമുണ്ട്, കാത്തിരിപ്പിൽ പ്രതീക്ഷയുണ്ട്. കാത്തിരിപ്പ് ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാപൂർവം സഭ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്നു. സ്വർഗാരോഹണ തിരുനാളിലൂടെ ഉയർപ്പുകാലം പൂർത്തിയാവുകയാണ്. അതായത് ഉദ്ഘാടനത്തിന് ശേഷം ഇന്ന് 40 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. കർത്താവ് ഈശോ മിശിഹായെ പ്രകാശിതമാക്കുന്ന കണ്ണുകളിലൂടെയാണ് നമ്മൾ ഇനി മുതൽ കാണേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ തുറക്കപ്പെട്ട സ്വർഗത്തിൽ പിതാവിന് ഭാഗത്ത്, അതായത് അവിടുത്തെ മഹിമയിൽ നമ്മൾ ദർശിക്കും. ഉദ്ധാനത്താൽ പ്രകാശിതമായ കർത്താവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ നോക്കി കാണുമ്പോഴാണ് നമ്മുടെ കണ്ണുകളും പ്രകാശമാകുന്നത്. ഈ ദർശനത്തിനുള്ള അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. കാത്തിരിപ്പ് നമ്മിൽ ശക്തമായ ആത്മീയ അനുഭവമാണ്, പ്രതീക്ഷയാണ് ഉണർത്തുന്നത്. പ്രതീക്ഷയിൽ നമ്മുടെ ഹൃദയങ്ങൾ ദീപ്തമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ അഗസ്ത്യോനോസിൻ്റെ ഉൾക്കാഴ്ചയെ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി നമ്മുടെ ആത്മാവും അവിടുത്തെ സാന്നിധ്യത്താലും ശക്തിയാലും നിറയും. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി ആത്മാവിൻ്റെ കൊരിച്ചൊരിച്ചിലിനായി നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും അടുത്തു വരുന്ന ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങളും ഇതോടൊപ്പം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തായി.